ഹായ്, വെൽക്കം ടു ഗ്ലോറിയ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേക ഡിഷാണ്. അത് ഉലുവായിലയാണ്. ഉലുവായില വെച്ചിട്ടാണ്. ഇത് നന്നാക്കി എടുക്കണം, എന്നിട്ട് നമുക്ക് വരാം. ഇത് നമ്മളിപ്പോൾ ഉലുവായില നമ്മൾ സാധാരണ ചീരയില പോലെ അരിഞ്ഞെടുക്കരുത്. ഇതിങ്ങനെ പയ്യെ കഴുകിയിട്ട് ശേഷം ഇങ്ങനെ നുള്ളി എടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കനപ്പ് വരും. നുള്ളിയിട്ട് നമുക്ക് കാണാം. ഇന്ന് ഞാൻ ഉലുവായില കറി വയ്ക്കണേ. അപ്പോൾ ഈ ഉലുവായില ഞാൻ നന്നായി കഴുകി നുള്ളി എടുത്തിട്ടുണ്ട്. കത്തി ഉപയോഗിക്കരുത്, ഉലുവായില കയ്ക്കും. അത് ഇരുമ്പ് തൊടിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഉലുവായില എങ്ങനെ കറി വയ്ക്കണമെന്ന് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക്, അത് പതുക്കെ രണ്ടായിട്ട് നുള്ളിയെടുക്കാം. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കണേ, ഓയിലല്ല. 2 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക് കീറിയിടാം, ഒരു സബോള, അത് കുനുകുനെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, സബോള ഇട്ടിടും. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പിഞ്ചോളം ജീരകം, നല്ല ജീരകം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മതിയാകും. ഈ സബോള നമ്മൾ ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു പച്ചമണം മാറുമ്പോൾ തന്നെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്. നന്നായി കഴുകി വാല വെച്ചിരുന്ന ഉലുവാലയാണ്. ഇത് ശരിക്ക് വെച്ചില്ലെങ്കിൽ ഒരു കനപ്പൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ നന്നായി പാചകം ചെയ്യണം. തുറന്ന് വെച്ചിട്ടാണ് ഇത് വേവിക്കണം. പെട്ടെന്ന് ഈ ഇല വാടി വരും. ഇതിന് വെള്ളം ഊർന്നിറങ്ങാൻ തുടങ്ങും. ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു സൈഡിലേക്ക് ഇത് മാറ്റിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു മുട്ട കുത്തിപ്പൊരിക്കാൻ ഇതിലേക്കിടാം. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. ഈ വെള്ളം വറ്റിയിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കണം. ഒരു 2 കെട്ട് മേടിച്ചാലാണ് ശരിക്കും ഒരു വീട്ടിൽ ഒരുപാട് പേർക്ക് തോരനായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള തോരനുള്ളൂ ഒരു നേരം. ഇല നുള്ളി വരുമ്പോൾ ഉണ്ടാവില്ല, കണ്ടുപയോഗിക്കില്ല. ഇത് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയൊക്കെ കൊടുക്കും. നമ്മുടെ കിച്ചണിക്കൊക്കെ ഒത്തിരി ഉപയോഗമുള്ളൊരു സംഭവമാണ് ഉലുവായില. സാധാരണ നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെയും അവൈലബിളാണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട് ഇത്, പച്ചക്കറി കടയിൽ.
അപ്പോൾ വെള്ളം വറ്റി തുടങ്ങി. നമുക്ക് ഈ സമയം തന്നെ തേങ്ങ ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഇത് കഴിക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഓക്കെ, ഈ ഒരു സെർവ് ഡിഷിലേക്ക് ഇത് നമുക്ക് പകർത്താം. ടേസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കട്ടെ. കൊള്ളാം. അടിപൊളിയുണ്ടോ? ആളുകൾ പറയണ ഒരു കയ്പൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിന് കനപ്പൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വെച്ച് നോക്കിയാൽ അടിപൊളിയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോയുമായി വരാം.